ദൈവത്തിൻ്റെ ആത്മാവ് നല്ല ആത്മാവെന്നാണ്. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കെട്ട ആത്മാവാണ്. എന്താ കാര്യം? ഇതിലെല്ലാം നമ്മളുടെ സൂത്രപ്പണികളെല്ലാം അതിൻ്റെ തിരിപ്പുണ്ട്. ഉടമ്പടി വെക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് ഉടായ്പുണ്ട്. അതാണ് നല്ല ആത്മാവെന്ന് പറയണത്. അതാണ് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു റിഫൈൻഡ്, ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ലവ് ആണെന്ന്. എന്ന് വെച്ചാൽ റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച സ്നേഹം. ശുദ്ധീകരിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് പ്രാധാന്യം ആർക്കാണ്? ഈശോയുടെ പ്രാർത്ഥനയിലുള്ള, ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഗുണം എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ജീവിതത്തിൻ്റെ അകത്ത് നല്ല ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം ഇന്നലെ ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങൾ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തായിരുന്നു. അപ്പോൾ മകള് എന്നോട് പറഞ്ഞു, അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റുമാറ്റിക് പെയിൻ വന്നു, വാതരോഗം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി എടുത്തപ്പോൾ നിൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. നിത്യത, അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസിലൻഡിലെ ഒരു ചെറുപ്പക്കാരത്തിയായ നേഴ്സാണ്. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾക്കെല്ലാം തന്നെ എഴുതിയിരിക്കണത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഞാനത് യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പം അറിയുന്നു. അതാണ് വിഷയം കണ്ടില്ലേ? യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ചു പൊളിച്ചാൽ ദൈവത്തിന് അറിയണത്. എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം? എന്താണ്? നിത്യതയിലെ യേശുവായിട്ട് കണ്ടുമുട്ടുന്നതിനെ കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കർത്താവേ, ഞാൻ നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ, നിൻ്റെ കൂടെ ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ്. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ സ്വർഗം തുറക്കും